ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ മടങ്ങിയെത്തുന്ന പ്രതാപിനെയും മുത്തശ്ശിയും കാത്തിരിക്കുന്നത് അവരെ നടുക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള വാർത്ത തന്നെയായിരുന്നു. മനസ്സിലടങ്ങാത്ത പകയും ദേഷ്യവും കാരണം കരുണ ഗർഭിണിയായ മഹാലക്ഷ്മിയെ ഗോമണിപ്പിടിയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടിരിക്കുന്നു. നിലവിൽ ജീവൻ മരണ പോരാട്ടത്തിൽ ഹോസ്പിറ്റൽ ICUവിലാണ് മഹാലക്ഷ്മി ഉള്ളത്. എല്ലാ സത്യങ്ങളും കണ്ണൻ അറിഞ്ഞ സ്ഥിതിക്ക് കണ്ണൻ ഇനി വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം പ്രതാപിന് നന്നായിട്ട് തന്നെ അറിയാം. മുൻപ് തന്നെ കണ്ണൻ ഒരു താക്കീത് അവർക്ക് നൽകിയിട്ടുള്ളതാണ്. മോഹിനിയെയോ മഹിയെയോ ആരെയെങ്കിലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിയായവരുടെ ജീവനായിരിക്കും താൻ എടുക്കുക എന്നുള്ളത്. ആകെ കൂടിയുള്ള ഒരേയൊരു മകളുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് എല്ലാത്തിനും കൂട്ടുനിന്ന പ്രതാപനാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതിൻ്റെ വല്ലാത്തൊരു ആദിയിലും സങ്കടത്തിലുമാണ് ഉള്ളത്. അങ്ങനെ ഭയന്ന് വിറച്ച പ്രതാപനാണെങ്കിൽ കരുണയോട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു വെച്ചത്? നീ ആ ലക്ഷ്മിയെ തള്ളിയിടുന്നത് ആരെങ്കിലും കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ മഞ്ജു കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഒട്ടും കൂസിലില്ലാതെ തന്നെ കരുണ മറുപടി നൽകുന്നുണ്ട്. മഞ്ജു കണ്ടു എന്നറിഞ്ഞതോടുകൂടി പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും സകല നിയന്ത്രണവും നഷ്ടപ്പെടുന്നുണ്ട്. മഞ്ജു ഈ സത്യങ്ങളെല്ലാം ഉണ്ണിയോട് പറഞ്ഞു കൊടുക്കുമെന്നും അതോടെ കരുണയുടെ ജീവിതം അവസാനിക്കുമെന്നും പ്രതാപനും മുത്തശ്ശിയും ഭയപ്പെടുന്നുണ്ട്. തങ്ങളെ കൂടി ജയിലിൽ കയറ്റുമെന്നാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനൊന്നും ഒരു കൂസലുമില്ലാത്ത ഒരു ഭാവമായിരുന്നു കരുണയ്ക്കുള്ളത്. അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ദിവസവും എനിക്ക് അവിടെ കിടന്ന് അനുഭവിക്കാൻ വയ്യ എന്നും ഇപ്പോൾ ആ മഞ്ജുവിനെയും കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരുടെയും വേലക്കാരിയായിട്ട് ആ വീട്ടിൽ തുടരാൻ എനിക്ക് കഴിയില്ല. അതിൻ്റെ പേരിൽ ഇനി ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് തന്നെ പറഞ്ഞ് വാശിയിൽ നിൽക്കുകയാണ്. ചെയ്ത കാര്യങ്ങളിലൊന്നും യാതൊരു കുറ്റബോധവുമില്ലാതെ വാശിയിൽ തന്നെ നിൽക്കുകയാണ് കരുണ ചെയ്യുന്നത്. താനൊരു മഹാറാണിയായിട്ട് വാഴാൻ വേണ്ടിയാണ് കമലേശ്വരം തറവാട്ടിൽ ഉണ്ണിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതെന്ന് പ്രതാപൻ അവളെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് അച്ഛൻ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണ പ്രതാപനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വത്തും പണവും ഇല്ലാത്ത നടക്കാൻ പോലും വയ്യാത്ത ഒരാളെ ലക്ഷ്മിയുടെ തലയിൽ കെട്ടിവെച്ചു. പക്ഷേ ഇപ്പം എല്ലാ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മിക്കാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണം നടത്തിയതിൻ്റെ പേരിൽ പ്രതാപനെ വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കരുണ. അവിടെ ഇങ്ങനെ നീറി ജീവിക്കുന്നതിലും ഭേദം ജയിലാണെന്ന് തന്നെ കരുണ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സ്വന്തം അമ്മയായിട്ടുള്ള മോഹിനി തന്നെ ക്രൂരമായിട്ടുള്ള തല്ലിയ കാരണം കരുണ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അപ്പോൾ കരുണയുടെ മുഖത്ത് ആ പാടുകൾ കണ്ട് ദേഷ്യം വരുന്ന മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോട് ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പ്രതാപൻ തടയുന്നുണ്ട്. കണ്ണനും അനന്തവും ലേഖയും മാർക്കോയും എല്ലാം ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ അതിനിടയിൽ ഇനി മോഹിനിയെ കൂടി പിണക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളാകും. തൽക്കാലം കരുണയെ എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാമെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ മുത്തശ്ശിയെ തടഞ്ഞു നിർത്തുന്നു. പിന്നീട് മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം പ്രതാപനാണെങ്കിൽ വാമദേവനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അവർക്ക് നേരിട്ട് ചോദിച്ചറിയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ തിരക്കാനായിട്ട് പ്രതാപൻ വാമനോട് അന്വേഷിച്ച് വിവരം പറയാനായിട്ട് പറയുന്നുണ്ട്. അത് കരുണയ്ക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്നും എല്ലാം പറയുന്നുണ്ടെങ്കിലും വാമദേവനാണെങ്കിൽ പ്രതാപനെ രൂക്ഷമായിട്ട് വിമർശിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. വല്ല എണ്ണയോ മറ്റോ ഒഴിച്ച് ആരും അറിയാതെ ചെയ്യാമായിരുന്നില്ലേ? ഇതിപ്പോൾ മഞ്ജു നേരിട്ട് കണ്ട സ്ഥിതിക്ക് കണ്ണൻ അറിഞ്ഞാലുള്ള അവസ്ഥ പറയാൻ പറ്റില്ല പ്രതാപ. എല്ലാവരും കൂടി അഴിയെണ്ണാൻ തയ്യാറായിക്കോ എന്നെല്ലാം വാമദേവൻ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് തറവാട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ദുർഗ ഉണ്ണിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സഹി കെട്ടപ്പോഴാണ് കരുണ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നാണ് ദുർഗ പറയുന്നത്. എന്നാൽ ഉണ്ണിക്ക് വലിയ ഭയമുണ്ട്. ഇതിൻ്റെ പേരിൽ ഇനി കണ്ണൻ തങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാവരും അടിച്ചിറക്കുമോ എന്ന് തന്നെയാണ് ഉണ്ണി ഭയപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ടിട്ടും കൃത്യമായിട്ട് അക്കൗണ്ടിൽ ശമ്പളം വന്നിരുന്നത് ഇനി നിലയ്ക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ണി പറയുമ്പോൾ ദുർഗയ്ക്ക് പേടി കരുണയെ ഇനി കണ്ണൻ വീട്ടിൽ കയറ്റുമോ എന്നുള്ളതിലാണ്. മഹിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കരുണയെ ഭാര്യയായിട്ട് ഇവിടെ താമസിപ്പിക്കാൻ കണ്ണൻ സമ്മതിക്കില്ല എന്ന് ദുർഗ പറയുമ്പോൾ ഉണ്ണി പരിഹാസത്തോടു കൂടി തന്നെ പ്രതികരിക്കുന്നുണ്ട്. എങ്കിൽ എല്ലാവരും കൂടി കെട്ടും ഭാണ്ഡവും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ. കരുണയുടെ വീട്ടിൽ പോയി അവളുടെ ആട്ടും തുപ്പും കേൾക്കുന്നതിനേക്കാൾ നല്ലത് വല്ല കടത്തിണ്ണയിൽ പോയി കിടക്കുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. അങ്ങനെ മഹിയുടെ നില ഇപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ തുടരുകയാണ്. മഹാലക്ഷ്മിയുടെയോ കുഞ്ഞിൻ്റെയോ ഇവരിൽ ഒരാളുടെ ജീവൻ മാത്രമേ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് ഡോക്ടർ എലിസബത്ത് തോമസ് ഡോക്ടറോട് പറയുന്നത്. അപ്പോൾ അതറിയുന്ന കണ്ണനാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നുണ്ട്. യാതൊരു സമാധാനവുമില്ലാതെ കണ്ണനാണെങ്കിൽ നേരെ ഓടിയെത്തുന്നത് ക്ഷേത്രത്തിലേക്കാണ്. തുടർന്ന് അമ്മ പറയുന്നുണ്ട്, ഞാൻ എല്ലാം അറിയുന്നുണ്ട് മോനെ. മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കില്ല. വളരെ കഠിനമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് മോൻ്റെ ഭാര്യ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതോടുകൂടി ഇത് അവസാനത്തേതാണെന്നും ഇതോടുകൂടി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്നും മാത്രമല്ല
മഹാലക്ഷ്മിയുടെ അനിയത്തിയായ ആ കരുണയ്ക്ക് നല്ലൊരു ശിക്ഷ തന്നെ ഇതിലൂടെ കിട്ടുമെന്നും അയ്യപ്പ ഭഗവാനെ എന്നും പൂജിച്ചാരാധിക്കുന്ന മഹാലക്ഷ്മിക്ക് ഭഗവാന്റെ കടാക്ഷം എന്നും കൂടെ ഉണ്ടാകുമെന്നും കരുണയെ ഇതിലൂടെ ശിക്ഷിച്ച് അവൾ ഇതുവരെ ചെയ്ത എല്ലാ കൊടും ക്രൂരതകൾക്കും നല്ലൊരു തിരിച്ചടി തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നും അമ്മ ഒരു പ്രവചനം പോലെ കണ്ണനോട് പറയുന്നുണ്ട്. അങ്ങനെ മഹിക്കവും കുഞ്ഞിനും ഒരാപത്തും വരില്ല എന്നുള്ള അമ്മയുടെ ആ പ്രവചനം കേട്ട് വല്ലാത്തൊരു ആശ്വാസമാവുന്നുണ്ട് കേട്ടോ കണ്ണന്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്